ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഒരു സർക്കാരും കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒരിക്കൽ പോലും ഇതിൽ വളരെയധികം കൃത്യത ഉള്ളത് എന്ന് പറയാൻ പറ്റുന്ന ഒരു നയവും സ്വീകരിച്ചില്ല. അപ്പൊ ഇതിനിടയിൽ ഒരു ചെറിയ കാലഘട്ടമുണ്ട്, 50-നും 75-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ പല നക്സൽ സംഘടനകളുമാണ് പിന്നീട് ആദിവാസികളെ സഹായിച്ചത്. അതായത് കുറഞ്ഞ പക്ഷം ഭക്ഷണത്തിനുള്ള അവകാശം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും മറക്കാൻ പറ്റാത്തൊരു പേരുണ്ടല്ലോ, നക്സൽ വർഗീസ്. അവരടക്കം ഒരുപാട് പേര് ഇവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ആ സഹായത്തിന്റെ രീതി വിമർശനം വരുന്ന രീതിയിൽ തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായുധ സമരമായിരുന്നു അവരുടെ രീതി. ആയുധമെടുക്കുക, അത് വെച്ച് പല ജമ്മിമാരെയും വിചാരണ ചെയ്ത് കൊല്ലുക തുടങ്ങിയ പല നയങ്ങളും വന്നപ്പോൾ രണ്ട് പക്ഷം ഉണ്ടായി. ഇവർ തീവ്രവാദികളായിട്ട് വാദിച്ചുകൊണ്ടും നല്ലവരായിട്ട് വാദിച്ചുകൊണ്ടുമുള്ള രണ്ട് പക്ഷം സ്വാഭാവികമായിട്ടുണ്ടായി. പക്ഷേ അത് നക്സൽ വർഗീസിനൊക്കെ വളരെ എളുപ്പം തന്നെ നമ്മുടെ സർക്കാരുകൾ അടിച്ചമർത്തി. അതോടുകൂടി അതും അവസാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു കാലഘട്ടത്തിൽ 1975 വനഭൂമിയുടെ മേളിൽ ഉള്ള നിയമങ്ങൾ എളുപ്പം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ഇന്ദിരാ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ഫോളോ ചെയ്ത് വരുമ്പോൾ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും കേരള സർക്കാരിലേക്ക് വരികയാണ്. പക്ഷെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു നിയമം പോലും ഒട്ടും പ്രാക്ടിക്കൽ അല്ല. അതിൽ തന്നെ ഏറ്റവും എനിക്ക് വിമർശനാത്മകമായിട്ട് തോന്നിയിട്ടുള്ളത് 2-3 നിയമങ്ങൾ. ഒന്ന് 93 കരുണാകരൻ സർക്കാർ. അതിനു മുമ്പ് കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഒരു സാമൂഹിക പ്രവർത്തകൻ, പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു കേസിന് പുറത്ത് കോടതി കൊടുത്തൊരു ഉത്തരവ് പ്രകാരം ട്രൈബ്സുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും വേഗം തീർപ്പാക്കാൻ ഒരു ഉത്തരവ് കേരള സർക്കാരിനുണ്ടായിരുന്നു. പക്ഷെ അത് വേഗം നടപ്പിലാക്കിക്കോളാം എന്നൊരു എഗ്രിമെന്റ് തിരിച്ച് കരുണാകരൻ സർക്കാർ കൊടുത്തു. പക്ഷെ അത് ആ പ്രവൃത്തിയെ പറ്റ സ്ലോ ആക്കി. 95 AK ആന്റണി സർക്കാർ വന്നിട്ട് അവരാവശ്യപ്പെട്ടതും ഇത് നടപ്പിലാക്കാതിരിക്കാനുള്ള കുറെ ന്യായങ്ങളായിരുന്നു. പിന്നീടാണ് വരുന്നത് EK നായനാർ സർക്കാർ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നയം വരുന്നത്. അതായത് 1966 മുതൽ 76 വരെയുള്ള 10 വർഷത്തിൽ ഏകദേശം 3000 ആദിവാസി കുടുംബങ്ങൾക്ക് മേലെയുള്ളതിൽ നിന്നായിട്ട് 9000 ഏക്കറിൽ പരം ഭൂമി പല രീതിയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ കണക്ക് പരിശോധിച്ചാൽ 92.2% ഭൂമി അത് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റു പ്രലോഭനങ്ങളിലൂടെയോ ഇവരിൽ നിന്ന് മറ്റു പലരും കൈക്കലാക്കി എന്നത് വ്യക്തമായിട്ടും അത് തിരിച്ചെടുക്കാൻ ഒരു നയമായിരുന്നില്ല അവിടെ വേണ്ടിയിരുന്നത്. പക്ഷെ EK നായനാർ സർക്കാർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള കോടതി ഉത്തരവ് പ്രകാരവും നിയമങ്ങൾ പ്രകാരവും അതിനൊരു പീരീഡ് കൊടുത്തിരുന്നു. അതായത് ഇത്ര കാലഘട്ടം വരെയുള്ള കയ്യേറ്റങ്ങളെ ആയിരുന്നു നമ്മൾ അത് തടയാൻ ഉദ്ദേശിച്ചത്. അത് 971 ആയിരുന്നു. അതായത് ആ ഒരു നിയമം പാസ്സാക്കുന്നതോടുകൂടി ആ പീരീഡ് എന്ന് പറയുന്നത് 1971 നിന്ന് കൂട്ടി 86 വരികയാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1986 വരെയുള്ള എല്ലാ കയ്യേറ്റങ്ങളും നിയമപരം ആകാൻ പോവുകയാണ്. അതായത് അതുവരെ കയ്യേറിയ ട്രൈബ് ഭൂമി കൂടെ വിട്ടുപോകാൻ പോവുകയാണ്. അത് മാത്രമല്ല, അവർക്ക് പട്ടയം കൊടുക്കാൻ കൂടിയുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവാൻ പോവുകയാണ്. ഇതിൽ കേട്ടിട്ട് നിങ്ങൾക്ക് ഇതൊരു ഇടതുപക്ഷ സർക്കാർ ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയില്ല. കേട്ടിട്ട് പെട്ടെന്ന് ഒന്നുകൂടെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് തോന്നിയത്. കാരണം ഇടതുപക്ഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും താഴെപ്പെട്ടവന്റെയും തഴയപ്പെട്ടവന്റെയും കൂടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ ഇവിടെ താഴെപ്പെട്ടവനും തഴയപ്പെട്ടവനും ഒക്കെ ആയിരുന്ന ട്രൈബ്സിനെ പാടെ മറന്നിട്ട് അവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആരാണോ കയ്യേറിയിരുന്നവർ അവർക്ക് കുറച്ചുകൂടെ കാലം കയ്യേറിയതിൻ്റെയൊക്കെ അവസരം വിട്ടുകൊടുക്കുന്നു. ഏകദേശം 15ഓളം വർഷങ്ങൾ അതിൽ കൂട്ടി നൽകുകയും അതിനുശേഷം അവിടെ വരെ ചെയ്ത എല്ലാത്തിനും പട്ടയം കിട്ടാനുള്ള സംവിധാനം വരെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നടന്ന കയ്യേറ്റങ്ങൾ അടക്കം എല്ലാം നിയമത്തിന്റെ പരിധിയിലേക്ക് വരികയാണ്. ഈ കാലഘട്ടത്തിൽ 92 മുതൽ 98 വരെ ട്രൈബ്സ് പല ചെറു സംഘടനകളായിട്ട് നടത്തിയ സമരങ്ങൾക്കൊക്കെ ഇനി വലിയ പ്രസക്തി ഇല്ലെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ 2001 ആദ്യമായിട്ട് ഒരു സമരത്തിന് പുറപ്പെടുകയാണ് വയനാട്ടിലെ ആദിവാസി ജനവിഭാഗം. അപ്പോൾ ഒരു നേതാവ് വേണം. ആ നേതാവ് എന്തായാലും പുറത്തുനിന്ന് വരാൻ തൽക്കാലം നക്സൽ വർഗീസിനൊന്നും ശേഷം ആരുമില്ല. പക്ഷെ ഒരാളുണ്ടായി. അത് ആദിവാസി കൂട്ടായ്മയുടെ ഉള്ളിൽ നിന്ന് തന്നെ CK ജാനു എന്ന് പറയുന്ന പകരം വെക്കാനാവാത്ത ഒരു സ്ത്രീ വ്യക്തിത്വമായിരുന്നു. അവർ ആളുകളെ പറഞ്ഞ് ബോധവൽക്കരിച്ച് വളരെ സമയമെടുത്തിട്ടതിന് കൂടെ കൂട്ടി അവരൊരു സമരം നടത്തി. ആ സമരത്തിന്റെ ഒരു വ്യക്തത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ കാലഘട്ടത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർക്കൊരു കാൽനട പ്രചരണ ജാഥ നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മുഴുവനായിട്ട് നടന്നിട്ടല്ലെങ്കിൽ പോലും ഒരു പ്രചരണ ജാഥ, അവകാശ പ്രഖ്യാപന ജാഥ എന്ന് അവകാശപ്പെടുന്ന ഒരു ജാഥ നടത്താൻ പറ്റി എന്ന് പറയുന്നത് ചെറിയ വിജയമല്ല. അങ്ങനൊരു സമരം സർക്കാർ പ്രതീക്ഷിക്കുന്നില്ല. ഇനി അതിലേക്ക് അഡീഷണൽ ആയിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2001 ഏകദേശം 48 ദിവസം നീണ്ടു നിന്ന ഒരു തീവ്ര സമരം ആദ്യമായിട്ട് കേരളത്തിന്റെ നിയമസഭാ മന്ദിരം കാണാൻ പോവുകയാണ്. അത് ചെറിയൊരു സമരമല്ല, ക്ഷമിക്കണം, സെക്രട്ടേറിയറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാത്രമല്ല, അവർ ക്ലിഫ് ഹൗസിന് മുമ്പിലും ആ സമരം നടത്തി. സമരം എങ്ങനെയാണെന്നല്ലേ? കുടിൽ കെട്ടി സമരം. പക്ഷെ സമരത്തിന് ആരെങ്കിലും ഒരാൾ തിരുവനന്തപുരത്ത് പോയാൽ പോരല്ലോ. പോയത്
കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആദിവാസി ജനത മൊത്തമായിരുന്നു. ഈ സമരം കൊണ്ട് 2 ബെനിഫിറ്റ് ഉണ്ട്, അത് ഞാൻ വഴിയേ പറയാം. അങ്ങനെ ഈ ജനതയെ അവിടെ എത്തിക്കുക എന്നുള്ള ടാസ്കിന് ഷൊർണൂർ വരെയുള്ള യാത്രയ്ക്ക് CK ജാനുവും കൂട്ടരും ഒരു 3 ജീപ്പുകളെ കടമായിട്ട് പറഞ്ഞ് വിളിക്കുകയാണ്. പിന്നീട് പണം തരാം, ഇപ്പൊ ഞങ്ങളെ ഒന്ന് ഷൊർണൂർ വരെ കൊണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുകയാണ്. എന്നാൽ ജീപ്പ് പോയവരെന്തായാലും അവരോട് അനുഭവമുള്ളവരായിരിക്കണം, അല്ലാതെ പോവില്ലല്ലോ. അങ്ങനെ ഷൊർണൂർ വരെയുള്ള യാത്രയ്ക്ക് ശേഷമാണ് പിന്നീട് അന്ന് ട്രെയിൻ യാത്രയ്ക്ക് നല്ലൊരു പോസിബിലിറ്റി ഉള്ളത്. പക്ഷെ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ട് അവരെ ഇറക്കി വിട്ട് പിന്നീട് എങ്ങനെയോ ആണ് അവർ തിരുവനന്തപുരം എത്തുന്നത്. തിരുവനന്തപുരം എത്തിയിട്ടും അവരുടെ ലൈഫോ കാര്യങ്ങളൊന്നും സ്മൂത്ത് ആയില്ല. പല ആളുകളിൽ നിന്നും പിരിവ് നടത്തിയ പല രീതിയിൽ സംഘടിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് കുടിലിന് കെട്ടി കുടിലിന് മുമ്പിൽ ഭക്ഷണം വെച്ച് കഴിച്ച് അവർ മുന്നോട്ട് പോയി. പല അനുഭാവികളുടെയും വീട്ടിലായിരുന്നു അവരുടെ ശൗചാലയങ്ങൾ യൂസ് ചെയ്തിരുന്ന പോലും എന്ന് പല പുസ്തകങ്ങളിലും CK ജാനു അടക്കമുള്ള അന്നത്തെ നേതാക്കന്മാർ എഴുതിയതിന്റെ ഓർമ്മക്കുറിപ്പുകൾ ഇന്നും നമുക്ക് ലഭ്യമാണ്. അപ്പൊ പിന്നീട് ഈ സമരം അങ്ങനെ എങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല. സാധാരണ ഒരു അകത്തിരിക്കുന്ന നേതാക്കന്മാർ വിചാരിക്കും ഇവരൊരു 10 ദിവസം സമരം നടത്തിയിട്ട് പൊക്കോളും, ഇറ്റ്സ് നോട്ട് എ ബിഗ് സീൻ. പക്ഷേ സമരം 10-15 ദിവസം കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് അതിനെ ചെറുക്കാൻ 2 മാർഗങ്ങളാണ്. ഒന്നില്ലെങ്കിൽ നേരിട്ട് സർക്കാരിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ അടിച്ചമർത്തൽ ആയുധം ലാത്തി തന്നെയാണ്. അതിരിക്കുന്നത് പോലീസിന്റെ കയ്യിലാണ്. അതുപയോഗിച്ച് വേണമെങ്കിൽ അടിച്ചമർത്തിയവരെ മൊത്തം ഓടിക്കാം. പക്ഷെ അതിന്റെ കോൺസിക്വൻസസ് സർക്കാരിന് അറിയാം. കാരണം ട്രൈബ്സിന്റെ കയ്യിലും വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് അവർ മറന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ആരാണ് ഇവിടെ ഒരു നല്ല പ്രതികരണത്തിന് പറ്റിയ ആൾക്കാരെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയത് മാധ്യമങ്ങളായിരുന്നു. എങ്ങനെയോ കുറച്ച് മാധ്യമങ്ങൾ ആ ഒരു പക്ഷം ചേരുകയും CK ജാനു ഒന്നും ഈ സമരമല്ല നടത്തുന്നത്, പഞ്ചനക്ഷത്ര ഹോട്ടലാണ് കിടന്നുറങ്ങുന്നത്, മട്ടനും ചിക്കനും കഴിച്ചാണ് ജീവിക്കുന്നത്, സുഹൃത്തുക്കളോടൊപ്പം യാത്രയാണ്, ആഡംബര കാറുകളിലുമാണ് പോകുന്നത്, ഏറെ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു എന്നടക്കം. എന്നിട്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് അവർ സ്വന്തമായിട്ട് ഇന്നോവ മേടിച്ചു എന്ന് വരെ. മേടിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, ഇനി സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വേറെ എവിടെയെങ്കിലും പരിശോധിക്കാം. എന്നിരുന്നാലും അവർ പണക്കാരിയായി, ആദിവാസിയെ വിറ്റ് പണക്കാരിയായി എന്നടക്കമുള്ള കഥകൾ കേട്ടു. പക്ഷെ ഇതിനെയൊക്കെ ഒരു ട്രൂ കോപ്പി എന്ന ലേഖനത്തിലൂടെ ഇവര് നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ആയുധം, അത് സത്യമോ കള്ളമോ, അതവിടെ വിജയിച്ചില്ല. അങ്ങനെ ഇരിക്കെ, അതായത് പട്ടിണി എന്ന് തന്നെ പറയാം, ആദിവാസി ഊരുകളിൽ പട്ടിണിയാണ്. 2000-2001 കാലഘട്ടത്തിൽ കേരളത്തിലെ ട്രൈബൽ മേഖലയിൽ പട്ടിണി മരണങ്ങളുടെ എണ്ണം വൻ കൂടുതലായിരുന്നു. അതിലേറ്റവും കൂടുതൽ വയനാട്ടിലുമായിരുന്നു. പക്ഷെ അതിനെ സർക്കാർ എങ്ങനെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ കള്ള് കുടിച്ചും മലിനജലം കുടിച്ചും പിന്നെ പല വഴിക്ക് പോയിട്ടും മൃഗങ്ങൾ ആക്രമിച്ചും ഒക്കെ മരിക്കുന്നതായിട്ട് മുദ്ര കുത്തിയിരുന്നു. പക്ഷെ ഇന്നത്തെ അത്ര സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ. എന്നിരുന്നാലും ഈ മരണങ്ങൾ കണ്ടുകൊണ്ട് കുടിലിൽ വല്ലപ്പോഴും കാച്ചിക്കിടുക്കുന്ന കഞ്ഞി കൊണ്ട് ജീവിക്കുന്നവരുടെ മുമ്പിലേക്ക് അന്നത്തെ സർക്കാർ ഒരു ഓണാഘോഷ ജാഥ നടത്തുകയാണ്. കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ലാതെ. ഈ ഓണാഘോഷ പരിപാടി നടത്താതിരിക്കാൻ തന്നെയായിരുന്നു ട്രൈബ്സിന്റെ തീരുമാനം. ആ ചങ്കുറപ്പുള്ള തീരുമാനവുമായിട്ട് അവര് നിയമസഭയുടെ മുമ്പിലേക്കുള്ള, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്കുള്ള റോഡിലേക്ക് ഇറങ്ങുകയും അവിടെ നൃത്തങ്ങളും ആഘോഷങ്ങളും നടത്തി ആ വഴി നിഷ്പ്രയാസം അവർ തടഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് കുറച്ച് ട്രൈബ്സിന് ഇത് കളഞ്ഞതെന്ന്. ഓർക്കണം, 1-2 പേരല്ല, അവകാശത്തിന് വേണ്ടി ആയിരങ്ങൾ അവിടെ ഒത്തുചേർന്നിരുന്നു എന്നത് മറക്കാൻ പറ്റാത്തൊരു സമര താളുകൾ ഒന്നാണ്. അങ്ങനെ ഈ സമരം ശക്തമായി ആ നിയമസഭയുടെ മുമ്പിലേക്ക് എത്തേണ്ട ഓണാഘോഷ പരിപാടിയെ തടയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത കുറെ ചേട്ടന്മാർ വന്ന് നിൽക്കണമല്ലോ കാക്കിയൊക്കെ ഇട്ടിട്ട്. ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 ബെനിഫിറ്റുകൾ പുറത്തു വരാൻ പോകുന്നത്. ഒന്ന്, ഇതിനോടകം തന്നെ ആദിവാസികൾ എന്ന് പറഞ്ഞ് പല ജാതിയിൽ പെട്ടുകിടന്ന ഇവർക്കിടയിൽ ഒരു വൻ ഒത്തൊരുമയുണ്ടായി എന്നുള്ളതാണ് ആദ്യത്തെ ബെനിഫിറ്റ്. പക്ഷെ ഇനിയാണ് സംഭവം, ഈ ജാഥ നടക്കുന്നതിനിടയിലേക്ക്, അതായത് ഓണാഘോഷ പ്രചരണ ജാഥ നടക്കുന്നതിനിടയിലേക്ക് CK ജാനു വന്നെങ്കിൽ കിട്ടുന്ന റോഡിൽ കിടപ്പ് സമരം നടത്തുകയാണ്. അതായത് ഇത് മുന്നോട്ട് പോവില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ മാറി നിന്ന പോലീസുകാരെ കൂടി ഇവരെ പിടിച്ചു മാറ്റാൻ വരികയും ട്രൈബ്സ് അവരെ തടയുകയും ചെയ്ത് കൂടുതൽ ഒരു ചെറിയ സംഭവം ഉണ്ടായത്, അന്ന് ഈ വനിതാ കോൺസ്റ്റബിൾമാർക്ക് സാരിയാണ് വേഷം. ആരോ ഒരാളുടെ ചെരുപ്പോ ഷൂവോ എന്തോ ചവിട്ടിയിട്ട് ഒരു സ്ത്രീയുടെ സാരി അഴിഞ്ഞു പോയി, ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ സാരി അഴിഞ്ഞു പോയത് വലിയൊരു വിഷയമായി മാറി. അത് ആർക്കും അങ്ങനെ ഫോട്ടോയൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമല്ല. പക്ഷേ ഈ സംഭവം രേഖപ്പെടുത്തി. അപ്പൊ ഈ സമരം അറിയാതെ മറ്റൊരു സമരം അപ്പുറത്ത് നടക്കുന്നുണ്ട്, ഒരു ആവശ്യ പ്രഖ്യാപനം അപ്പുറത്ത് നടക്കുന്നുണ്ട്. വനിതാ കോൺസ്റ്റബിൾമാർക്കും പാന്റും ഷർട്ടും ആക്കി യൂണിഫോം മാറ്റാനുള്ള ഒരു ആവശ്യം പോലീസിനിടയിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഒറ്റ സംഭവം കൊണ്ട് അത് നടപ്പിലാക്കി. അതായത് കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഭൂമി വേണമെന്ന് പറഞ്ഞ സമരം പോട്ടെ, സർക്കാർ കോടതിയൊക്കെ പറഞ്ഞു അവർക്ക് കുറച്ച് ഭൂമി കൊടുക്ക്, പ്രശ്നം പോട്ടെ, 5 ഏക്കർ കൊടുത്തേക്ക് എന്ന് പറഞ്ഞുള്ള ഈ ഒരു സർവ്വ ഉത്തരവിനെയും ഇവർക്ക് മറികടക്കാൻ പറ്റി. അതൊന്നും ഒരു പരിഗണനയിൽ വന്നില്ല. പക്ഷെ ഒരൊറ്റ സാരി കഴിഞ്ഞതുകൊണ്ട് കേരള പോലീസിന്റെ യൂണിഫോം അടിമുടി മാറി പാന്റും ഷർട്ടുമായി എന്നുള്ളതാണ് അവിടുത്തെ ഒരു ബെനിഫിറ്റ് ആയിട്ടുണ്ടായത്. അങ്ങനെ അതിശക്തമായിട്ട് അവരുടെ തടസ്സം വന്നതോടുകൂടി പിന്നീട് സർക്കാരിന് ഇവരെ സമീപിക്കുക അല്ലാതെ മറ്റു മാർഗങ്ങളില്ലാതെ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരം ഒത്തുതീർപ്പാക്കിക്കൊണ്ട്
അന്നത്തെ മന്ത്രിമാർ അവരെ നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് ഭൂമി നൽകാം എന്ന് പറയുകയാണ്. വെറുതെ നൽകാമെന്നല്ല, ഏറ്റവും കുറഞ്ഞത് 5 ഏക്കർ എങ്കിലും നൽകാം, 5 ഏക്കർ പറ്റാത്തടത്ത് 1 ഏക്കർ എങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതലെങ്കിലും നൽകാൻ ശ്രമിക്കാം എന്നല്ല നൽകാം എന്നുള്ളത്. മറ്റൊന്ന്, ഈ ഭൂമി നിങ്ങളുടേതായിട്ട് തന്നെ ഇരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാം, നിയമങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത്. 2, ഈ ഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായങ്ങൾ ഉണ്ടാവും എന്നുള്ളതടക്കം നിരവധി നിയമങ്ങൾ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒന്നുകൂടെ ഉണ്ട്, ഇത് നിങ്ങളിൽ നിന്ന് ആരും പിടിച്ചുകൊണ്ട് പോകാതിരിക്കാനുള്ള നിർമ്മാണം ഉണ്ടാവുമെന്ന ഉറപ്പ് കിട്ടിയതിന്റെ പേരിൽ അവർ ആ സമരം പിൻവലിക്കുകയാണ്. സമരം പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ജപ്പാൻകാർ വേൾഡ് കപ്പ് കണ്ടിട്ട് തിരിച്ചു പോകുന്നൊരവസ്ഥ. ആ പ്രദേശം മുഴുവൻ ഉണ്ടായിരുന്ന കുടിലുകൾ അഴിച്ചു മാറ്റി അവിടെ മുഴുവൻ സ്വന്തം വീടിന്റെ മുറ്റം എന്ന പോലെ അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് ഇവർ പിരിയുന്നത്. ഇതുവരെ എല്ലാം ഓക്കെയാണ്. അങ്ങനെ അവർ തിരിച്ചു വന്ന് കാത്തിരുന്നത് 1 കൊല്ലമല്ല, 2 കൊല്ലമാണ്. സിനിമയിൽ അതിന് 1.5 കൊല്ലം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ 2 കൊല്ലത്തെ കാത്തിരിപ്പ് നടക്കുകയാണ്. മഴ വന്നു, വെയിൽ വന്നു, മഞ്ഞ് വന്നു, മൃഗങ്ങൾ വന്നു, ആക്രമണങ്ങളുണ്ടായി, പട്ടിണി ഉണ്ടായി, മരണമുണ്ടായി. പക്ഷേ ഒരു കുടിൽ കെട്ടാൻ കുറച്ച് ഭൂമി സ്വന്തമായിട്ട് കിട്ടുക എന്നുള്ള അവകാശം അവിടെ ഒന്നും നടപ്പിലാക്കാതായപ്പോഴാണ് 2003 ഫെബ്രുവരി മാസത്തിൽ ഈ കാട് ഞങ്ങളുടേതാണെന്നുള്ള അവകാശ പ്രഖ്യാപനം, അവരുടെ സ്വതന്ത്രമായ പ്രദേശമാണെന്നുള്ള പ്രഖ്യാപനം ആദിവാസി നേതാക്കൾ നടത്തുന്നത്. ആ ചുറ്റുമൊക്കെ അവർ മതിൽ കെട്ടി വളഞ്ഞു, അതിനൊരു കവാടം വെച്ചു, കവാടത്തിൽ കാവൽക്കാരെ വെച്ചു, കാവലായിട്ട് അവരുടെ തന്നെ ഊരിലുള്ള ആൾക്കാരാണ് നിന്നിരുന്നത്. അങ്ങനെ ആ സ്ഥലത്തേക്കാണ് നമ്മൾ സിനിമയിൽ കണ്ട പോലെ ഒരു കൂട്ടം പോലീസുകാർ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് എത്തുന്നത്. പിന്നീട് നടന്ന സംഭവങ്ങൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ ഇനിയും ഒരുപാട് നീളത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഞാൻ ഒന്ന് സെക്കൻഡ് പാർട്ടിന് വേണ്ടി നിർത്തുകയാണ്. അടുത്ത ഭാഗത്ത് 2003 ഫെബ്രുവരി 19 നടന്ന വെടിവെയ്പ്പ്, അതിനുശേഷം അവിടെ ഉണ്ടായ മാറ്റങ്ങൾ, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പരമാവധി ചുരുക്കി പറയാൻ തന്നെ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.